നമസ്കാരം. ജ്യോതി ടെക്നീഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വ്യക്തിയുടെ ജനന സമയത്ത് ഗ്രഹങ്ങൾ ബലവാന്മാരായിരുന്നാൽ ആ ഗ്രഹങ്ങൾ തന്താങ്ങളുടെ ദശാപകാര കാലങ്ങളിൽ ആ വ്യക്തിക്ക് ശുഭകരമായ അനുഭവങ്ങളും ബലഹീനന്മാരായിരുന്നാൽ ക്ലേശഫലങ്ങളും നൽകുന്നു. ഏന ഗ്രഹേണ യത് പ്രോക്തം അശുഭം വാശുഭം വെലീചേത് സശുഭം പൂർണ്ണം അശുഭം ദുർബലോയതി. ഇത് പ്രശ്നമാർഗത്തിലെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ്. സൂര്യൻ മുതലായ ഗ്രഹങ്ങൾ ഒരാളുടെ ജാതകത്തിൽ ശുഭനായി നിന്നാൽ നൽകുന്ന ഫലങ്ങളും അശുഭമായി നിന്നാലുള്ള ഫലങ്ങളും എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ന് നമുക്ക് സൂര്യൻ്റെ ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. സൂര്യൻ ഒരു ജാതകത്തിൽ അശുഭനാകുന്നത് എപ്പോഴൊക്കെയാണെന്നാണ് നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ലഗ്നം മിഥുനമായാൽ ആ വ്യക്തിക്ക് സൂര്യൻ പ്രതികൂലനായിരിക്കും. അതുപോലെ തുലാം ലഗ്നക്കാർക്കും മീന ലഗ്നക്കാർക്കും സൂര്യൻ വിപരീതനായിരിക്കും. അതായത് സൂര്യൻ 3, 6, 11 ഭാവാധിപനായി വന്നാൽ ആ ജാതകന് സൂര്യൻ പ്രതികൂലനായിരിക്കും. 3, 6, 11 എന്ന് പറയുന്നത് ഉപജയസ്ഥാനങ്ങളാണല്ലോ. എന്നാൽ സൂര്യൻ ഉപജയസ്ഥാനങ്ങളിൽ നിന്നാൽ നല്ല ഫലത്തെയാണ് കൊടുക്കുന്നത്. സൂര്യന് അനിഷ്ടഭാവങ്ങളായ 8, 12 ഭാവാധിപത്യ ദോഷം പറഞ്ഞു കാണുന്നില്ല. ശനിയുടെയും രാഹുവിൻ്റെയും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സൂര്യൻ വിപരീതമായ ഫലങ്ങളായിരിക്കും നൽകുന്നത്. ശനിയുടെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ്. രാഹുവിൻ്റെ നക്ഷത്രങ്ങൾ തിരുവാതിരയും ചോതിയും ചതയവുമാണ്. അപ്പോൾ ഈ പറഞ്ഞ 6 നക്ഷത്രക്കാർക്കും സൂര്യൻ വിപരീതമായ ഫലമായിരിക്കും നൽകുന്നത്. എന്ന് വെച്ച് ഇവർക്ക് എല്ലാവർക്കും സൂര്യനെ കൊണ്ട് മോശം അനുഭവമായിരിക്കുമോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. കാരണം ജാതകത്തിൽ സൂര്യൻ എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയാലേ വ്യക്തമായ ഒരു തീരുമാനമെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. സൂര്യൻ അച്ഛനെയും സർക്കാരിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണല്ലോ. അപ്പോൾ ഇവർക്കൊന്നും സർക്കാർ ജോലി കിട്ടുകയില്ല എന്നോ അച്ഛനെ കൊണ്ട് പ്രയോജനം ഉണ്ടാകില്ല എന്നോ പറയാൻ സാധിക്കുകയില്ല. എങ്കിലും ഈ വിഷയങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടാകും എന്നുറപ്പാണ്. സൂര്യന് 8, 12 ഭാവാധിപത്യമുണ്ടെങ്കിൽ ദോഷമില്ല എന്ന് പറഞ്ഞല്ലോ. എന്നാൽ സൂര്യൻ 6, 8, 12 ഭാവങ്ങളിൽ നിന്നാൽ അത് ദോഷം തന്നെയാണ്. ഇതുകൂടാതെ സൂര്യൻ ശുക്രൻ്റെയും ശനിയുടെയും രാശികളിൽ നിന്നാലും വിപരീത ഫലങ്ങളായിരിക്കും തരുന്നത്. ശുക്രൻ്റെ രാശികൾ എന്ന് പറയുമ്പോൾ ഇടവവും തുലാവുമാണ്. ശനിയുടെ രാശികൾ മകരവും കുംഭവുമാണ്. ഇതുകൂടാതെ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ സൂര്യനും ശുക്രനും ഒരുമിച്ച് നിന്നാൽ ദോഷകരമാണ്. അതുപോലെ സൂര്യനും ശനിയും ഒരുമിച്ച് നിന്നാലും അതും ദോഷം തന്നെയാണ്. സൂര്യൻ ജാതകത്തിൽ ദോഷം ചെയ്യുന്ന സ്ഥാനങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങളുടെ ജാതകത്തിൽ സൂര്യൻ ഇതിൽ ഏതെങ്കിലും രീതിയിലാണോ നിൽക്കുന്നത് എന്ന് നോക്കുക. ഇതിൽ ഏതെങ്കിലും രീതികളിലാണ് സൂര്യൻ ഒരു ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ താഴെ പറയുന്ന ലക്ഷണങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കും. സൂര്യൻ ജാതകത്തിൽ മോശമായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം വളരെ കുറവായിരിക്കും. ഇങ്ങനെ സംഭവിക്കുവാൻ കാരണം സൂര്യൻ ആത്മകാരകനാണ്. നമുക്ക് ഒരു തൻ്റെ ഇടവും ഉറച്ച തീരുമാനവും എടുക്കുവാനും ജാതകത്തിൽ സൂര്യൻ ബലവാനായി നിന്നേ പറ്റൂ. ഇല്ലെങ്കിൽ സ്വന്തമായി ഒരു തീരുമാനം എടുക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കുവാനോ കഴിയില്ല. എല്ലായ്പ്പോഴും ഇവർക്ക് മറ്റൊരാളിൻ്റെ സഹായം തേടേണ്ടി വരുന്നു. മാത്രമല്ല ഇവർക്ക് തൻ്റെ കഴിവുകൾ എത്രത്തോളമുണ്ട് എന്നൊരു തിട്ടമുണ്ടാകില്ല. ഇപ്പോൾ ഇവർക്ക് എത്രമാത്രം കഴിവുണ്ടെങ്കിൽ തന്നെയും അത് എങ്ങനെ പ്രയോഗിക്കണമെന്നറിയാതെ ഇവർ കുഴങ്ങിപ്പോകുന്നു. ചിലപ്പോൾ ഇവരുടെ കുറേ കഴിവുകൾ ഇവർക്കറിയാമായിരിക്കും. എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഈ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള ഒരു ജാള്യത ഇവർക്കുണ്ടായിരിക്കും. അവർ എന്ത് കരുതും എന്നുള്ള ചിന്തയോ താൻ കാണിക്കുന്നത് അബദ്ധമായി പോകുമോ എന്നുള്ള ചിന്തയോ പല പ്രവർത്തനങ്ങളിൽ നിന്നും ഇവരെ പിന്നിലോട്ട് വലിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കുവാനുള്ള കഴിവ് ഇവർക്ക് നഷ്ടപ്പെടുന്നു. തൻ്റെ ഈ ജീവിതം വ്യർത്ഥമായി പോകുമോ, തനിക്കും മറ്റുള്ളവർക്കൊപ്പം എത്തിപ്പെടാനാകില്ലേ എന്നുള്ള ആശങ്കകൾ ഇവരെ സദാ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇതുകൂടാതെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ദഹനേന്ദ്രിയ വ്യവസ്ഥകൾക്ക് തകരാറ് സംഭവിക്കാം. നെഞ്ചെരിച്ചിൽ, പുകച്ചു തികട്ടൽ എന്നിവയുണ്ടാകും. അഗ്നിസംബന്ധമായ അപകടങ്ങളും തീപ്പൊള്ളലുകളും ഏൽക്കുവാനിടയുണ്ട്. സൂര്യൻ അസ്ഥിയുടെ കാരകനായതിനാൽ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ ഇവർക്ക് ബാധിക്കാം. അല്ലെങ്കിൽ ഒരു വീഴ്ചയിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് അസ്ഥികൾ പൊട്ടാനുള്ള ചാൻസ് ഇവർക്ക് വളരെ കൂടുതലാണ്. മാത്രമല്ല ഇവർക്ക് പകർച്ചവ്യാധികൾ പെട്ടെന്ന് പിടിപെടുവാനും സാധ്യതയുണ്ട്. ഇതിന് കാരണം ഇവർക്ക് രോഗപ്രതിരോധ ശക്തി വളരെ കുറവാണ്. ഇവർക്ക് കൂടെ ഒരു മടിയും ആലസ്യവുമൊക്കെ പിടിപെടുന്നതായി കാണാം. ഒന്നിനും ഒരു ഉന്മേഷമില്ലായ്മ. ഇവർക്ക് രക്തപ്രസാദവും കുറവായിരിക്കും. പെട്ടെന്ന് ഹൃദ്രോഗവും പിടിപെടുന്നു. സൂര്യൻ ജാതകത്തിൽ ദുർബലനായിട്ട് നിൽക്കുന്നവരുടെ കുറച്ച് ലക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഈ പറഞ്ഞവയിൽ 100% ഇല്ലെങ്കിലും ഒരു 60-70% ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു. നമ്മുടെ ജാതകത്തിൽ സൂര്യൻ അനിഷ്ടനാണോ എന്ന് ഒരു പക്ഷേ ഗ്രഹനില നോക്കി മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിച്ചില്ല എന്ന് വരും. എന്നാൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ നമുക്കുണ്ടാവുകയാണെങ്കിൽ അതിന് കാരണം ജാതകത്തിലുള്ള സൂര്യനാണെന്ന് മനസ്സിലാക്കി ഉചിതമായ പരിഹാരങ്ങൾ ചെയ്തു പോകേണ്ടതാണ്.
ഒരു ഗ്രഹം ബലഹീനനാവുക എന്ന് വെച്ചാൽ ആ ഗ്രഹം സൂചിപ്പിക്കുന്ന ചില മൂലകങ്ങൾ ജന്മന നമ്മിൽ കുറവാണ് എന്നാണ്. അപ്പോൾ ആ കുറവുള്ള മൂലകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ടാൽ ആ കുറവുകളെ പരിഹരിക്കുവാനും ബലപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ ഏതു തരം മൂലകങ്ങളാണ് വേണ്ടതെന്ന് കാണിച്ചു തരുന്നത് നമ്മുടെ ജാതകത്തിലെ ഗ്രഹനിലയാണ്. ഒരു ഗ്രഹത്തിൻ്റെ ദുർബലത കുറയ്ക്കാനും അതിനെ ബലപ്പെടുത്തുവാനും പല മാർഗങ്ങളുണ്ട്. ഇതിൽ പ്രധാനമാണ് ഔഷധജല സ്നാനം. നമ്മുടെ ശരീരത്തിൽ വിറ്റാമിനുകളുടെയോ ഇരുമ്പിൻ്റെയോ മറ്റ് ധാതുക്കളുടെയോ കുറവ് വരുമ്പോൾ ആ കുറവ് നികത്തുവാൻ നമ്മൾ അതിനുള്ള ടോണിക്കുകളോ ടാബ്ലറ്റുകളോ കഴിക്കാറുണ്ട്. ഒരു നിശ്ചിത അളവിൽ നിശ്ചിത കാലത്തേക്ക് അത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ ആ മൂലകത്തിൻ്റെ കുറവ് നികത്തുകയും നമ്മൾ ആരോഗ്യവാന്മാരായി തീരാറുമുണ്ട്. ആയുർവേദത്തിൽ പല മരുന്നുകളുടെയും ചേരുവകൾ ചേർത്ത് തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ടുള്ള കുളി പല രോഗത്തിൻ്റെയും ചികിത്സകളുടെ ഒരു ഭാഗമാണല്ലോ. അതുപോലെ ചില മൂലികകൾ ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ടുള്ള കുളിക്ക് പല ഗ്രഹങ്ങളുടെയും ദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾക്ക് ഉത്തമ പരിഹാരമാകുമെന്ന് നമ്മുടെ പൂർവികരായ ഗുരുശ്രേഷ്ഠന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ജാതകത്തിൽ സൂര്യൻ ദുർബലനായി നിന്നാൽ ആ സൂര്യനെ ബലപ്പെടുത്തുവാനുള്ള ഔഷധ സ്നാനം ഏതാണെന്ന് നോക്കാം. ഇനി പറയുന്നതാണ് ആ ഔഷധക്കൂട്ട്. ഓർക്കുക, പലരും ആർക്കും പറഞ്ഞു കൊടുക്കുവാൻ മടിക്കുന്ന ഗുരു ഉപദേശത്തിൽ കൂടി മാത്രം കിട്ടുന്ന അറിവുകളാണിത്. അതിനാൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തികഞ്ഞ ഭക്തിയോടെയും ശുദ്ധിയോടെയും വിശ്വാസത്തോടെയും മാത്രം ചെയ്യുക. എങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ആ ഔഷധക്കൂട്ട് എന്താണെന്ന് നോക്കാം. മനയോല, ഏലം, ദേവതാരം, കുങ്കുമപ്പൂവ്, രാമച്ചം, ഇരട്ടിമധുരം, പതിമുഖം, പിന്നെ കുറച്ച് ചുവന്ന പൂക്കളും. ഇത്രയും സാധനങ്ങൾ നിഴലിൽ ഉണക്കി പൊടിച്ച് വയ്ക്കുക. കുളിക്കാൻ നേരം ഇതിൽ അല്പം പൊടിയെടുത്ത് കുളിക്കാനുള്ള വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. നന്നായി തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം തണുക്കുവാൻ വയ്ക്കുക. ഒരു കൈ ചൂടാകുമ്പോൾ ഈ വെള്ളത്തിൽ കുളിക്കാവുന്നതാണ്. കുളിക്കുന്ന വെള്ളത്തിൽ തരികളുണ്ടെങ്കിൽ അത് അരിച്ചെടുക്കാവുന്നതാണ്. സോപ്പ് തേക്കുന്നതിന് പകരം ഈ പൊടി തന്നെ ശരീരത്തിൽ നന്നായി തേച്ച് കുളിക്കാവുന്നതുമാണ്. ഇത് കുറച്ചു കാലം ചെയ്യുക. സാധിക്കുമെങ്കിൽ ഇതൊരു ശീലമാക്കുക. ഈ പറഞ്ഞ മൂലികകൾ പച്ചമരുന്നുകൾ വിൽക്കുന്ന കടകളിൽ ലഭ്യമാണ്. ഇനി ഇതൊന്നും കിട്ടിയില്ല എങ്കിൽ ജടാമഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലും കുളിക്കാവുന്നതാണ്. ഇനി മറ്റൊരു പരിഹാര മാർഗം നോക്കാം. സൂര്യൻ്റെ യന്ത്രം തകിടിലോ ഓലയിലോ കടലാസിലോ എഴുതി ഏലസിലാക്കി ധരിക്കാവുന്നതാണ്. യന്ത്രം എഴുതി ഏലസിൽ വെച്ചിട്ട് സൂര്യദേവൻ്റെ പ്രതിമയോ ചിത്രമോ വെച്ച് അതിനു മുന്നിൽ സൂര്യഭഗവാനെ സങ്കല്പിച്ച് ഒരു നിലവിളക്ക് കൊളുത്തി വയ്ക്കുക. ഞായറാഴ്ച സൂര്യോദയമാണ് ഉത്തമമായത്. കാർത്തിക, ഉത്രം, ഉത്രാട നക്ഷത്രമായാൽ വളരെ നന്ന്. വിളക്കിന് സമീപം സൂര്യയന്ത്രം എഴുതിയ ഏലസ് വെച്ചിട്ട് വിളക്കിന് അഭിമുഖമായിരുന്ന് സൂര്യമന്ത്രം ജപിക്കണം. ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് മന്ത്രം ജപിക്കുമ്പോൾ അർച്ചിക്കുകയും ആകാം. ഇത് ചെയ്യുമ്പോൾ കാവ്യ വസ്ത്രമാണ് ധരിക്കേണ്ടത്. ഇവിടെ കാണിക്കുന്നതാണ് സൂര്യയന്ത്രം. ജപിക്കേണ്ട സൂര്യമന്ത്രം ഇവിടെ പറയുന്നു. ഓം ഹ്രാം ഹ്രീം സൂര്യായ നമ. 7000 പ്രാവശ്യമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. ഒരു ദിവസം കൊണ്ട് സാധിച്ചില്ല എങ്കിൽ ഒരാഴ്ച കൊണ്ട് ചെയ്താലും മതി. ഇതിൽ 700 പ്രാവശ്യം എരുക്കിൻ്റെ ചുള്ളി, എള്ള്, പായസം ഇവ കൊണ്ട് ഹോമം ചെയ്യണം. 70 പ്രാവശ്യം തർപ്പണവും ചെയ്യണം. 7 ബ്രാഹ്മണർക്ക് ആഹാരം നൽകണം. അതിനുശേഷം അവരവരുടെ സാമ്പത്തിക നിലയനുസരിച്ചുള്ള വസ്തുക്കൾ ദാനം ചെയ്യാവുന്നതാണ്. ദാനം ചെയ്യേണ്ട വസ്തുക്കൾ സ്വർണത്തിലോ ചെമ്പിലോ നിർമ്മിച്ച സൂര്യദേവൻ്റെ പ്രതിമ, മാണിക്യരത്നം, സ്വർണം, ചെമ്പ്, ഗോതമ്പ്, കുട്ടിയോടുകൂടിയ തവിട്ട് നിറത്തിലുള്ള പശു, കാവ്യവസ്ത്രം, ശർക്കര, രക്തചന്ദനം, താമര. ഈ വസ്തുക്കളിൽ ഏതെങ്കിലും ഉചിതമായവർക്ക് ദാനം ചെയ്യുക. സൂര്യോദയത്തിന് മുൻപാണ് ദാനം ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മാണിക്യരത്നം മോതിരമാക്കി വിരലിൽ ധരിക്കാവുന്നതാണ്. രത്നത്തിൻ്റെ ഒരു ഭാഗം ശരീരത്തിൽ സ്പർശിക്കത്തക്ക രീതിയിൽ വേണം മോതിരം ധരിക്കേണ്ടത്. ഇനി ഇതിനൊന്നും സാധിക്കാത്തവർ ദിവസവും രാവിലെ സൂര്യഗായത്രി മന്ത്രം 108 ഉരു ജപിക്കുക. സൂര്യഗായത്രി മന്ത്രം ഇനി പറയുന്നതാണ്. ഓം ആദിത്യായ വിദ്മഹേ ദിവാകരായ ധീമഹി തന്നോ സൂര്യപ്രചോദയാത്. രുദ്രാക്ഷമാല ധരിക്കുന്നതും സൂര്യപ്രീതികരമാണ്. ശിവഭജനവും സൂര്യശാന്തിക്ക് ഉത്തമമാണ്. ജാതകത്തിൽ സൂര്യൻ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് മറ്റൊരാളിൻ്റെ സഹായമില്ലാതെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് സൂര്യനെ ബലപ്പെടുത്താവുന്നതാണ്. ആദ്യം ലളിതമായ പരിഹാരങ്ങൾ ചെയ്യുക. എന്നിട്ടും ദോഷങ്ങൾ മാറുന്നില്ല എങ്കിൽ മാത്രം കുറച്ചുകൂടി ബുദ്ധിമുട്ടുകളുള്ള പരിഹാരങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. ഇനി സാക്ഷാൽ രാവണനാൽ രചിക്കപ്പെട്ട ലാൽ കിതാബ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില പരിഹാരങ്ങൾ കൂടി നോക്കാം. ഒഴുക്കുള്ള നദിയിൽ ഒരു പിത്തള നാണയമിട്ട് ഒഴുക്കിവിടുക. ഇത് തുടർച്ചയായി 41 ദിവസം ചെയ്യുക. ചെമ്പ് നാണയം ഇല്ലെങ്കിൽ തേങ്ങയോ ശർക്കരയോ ആയാലും മതി. 41 ദിവസവും തുടരെ ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരാം. അങ്ങനെ മുടക്കം വരുന്ന ദിവസം കുറച്ച് പച്ചരി എടുത്ത് പാലിൽ കഴുകിയിട്ട് സൂക്ഷിച്ച് വയ്ക്കുക.
പറ്റുന്ന ദിവസം വീണ്ടും തുടരുക. ഇനി മറ്റൊരു പരിഹാരം എന്ന് പറയുന്നത് മാണിക്യം പതിച്ച ചെമ്പ് മോതിരം ധരിച്ചുറങ്ങുക, അല്ലെങ്കിൽ അന്ധതയുള്ള ഒരാളിന് ഭക്ഷണം ദാനം ചെയ്യുക. രാത്രി കിടക്കുമ്പോൾ തലയ്ക്കരികിൽ ഒരു പാത്രം വെള്ളം വെച്ചിട്ട് കിടക്കുക. പിറ്റേന്ന് ആ വെള്ളം എടുത്ത് കളയാം. ഇത് കുറച്ച് ദിവസം ചെയ്യുക. കറുത്ത നിറത്തിലുള്ള പശുവിനെ പൂജിക്കുന്നതും സൂര്യൻ്റെ ദോഷമകറ്റുവാൻ ഉത്തമമാണ്. വെള്ളി കൊണ്ടുള്ള ആഭരണങ്ങളോ വെള്ളിയിൽ തീർത്ത ഏതൊരു വസ്തുവോ അല്ലെങ്കിൽ വെള്ളി നാണയങ്ങളോ ആരും ദാനം തന്നാൽ സ്വീകരിക്കരുത്. അതുപോലെ അരിയും ദാനമായി വാങ്ങരുത്. കള്ളം പറയാൻ പാടില്ല. ആർക്കും ദ്രോഹം വരുന്ന രീതിയിൽ ഏഷണികൾ പറഞ്ഞു നടക്കാനും പാടില്ല. കോടതിയിൽ കള്ളസാക്ഷിയും പറയരുത്. ഇതൊക്കെയാണ് ലാൽ കിതാബിൽ പറയുന്ന ചില പരിഹാരങ്ങൾ. നിങ്ങളുടെ ജാതകത്തിൽ സൂര്യൻ വിപരീതനായി നിൽക്കുന്നെങ്കിൽ ഇതിലേതെങ്കിലും പരിഹാരങ്ങൾ ചെയ്തു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.